ലാസ് വേഗസ് ജി പിയിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ള ഡ്രൈവർ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കിമി ആൻ്റനെല്ലിയാണ്. നോക്കി വെച്ചാൽ ഈ പയ്യൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ലൂയിസ് ഹാമിൽട്ടൻ്റെ പ്ലേസിലേക്കാണ് ഈ പയ്യനെ കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ലൂയിസ് ഹാമിൽട്ടന് പറ്റിയൊരു റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് കിമി. ലാസ് വേഗസ് ജി പിയിൽ കിമി ആൻ്റനെല്ലി ക്വാളിഫൈ ആയത് P17 എന്നിട്ട് ഫിനിഷ് ചെയ്തത് P3. റേസ് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ലാപ്പിൽ തന്നെ വെർച്വൽ സേഫ്റ്റി കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ തന്നെ കിമി ആൻ്റനെല്ലി പിറ്റ് ചെയ്ത് ഹാർഡ് ടയർ ഇട്ടു. പക്ഷെ അവിടെ ഒരു സ്ട്രാറ്റജി എടുത്തു വരണം. കാരണം റേസിൽ കിമി മാത്രമാണ് സോഫ്റ്റ് ടയർ ഇട്ടത്, ബാക്കി എല്ലാ ഡ്രൈവേഴ്സും മീഡിയവും ഹാർഡുമാണ് ഇട്ടത്. ഇവിടെ വൺ സ്റ്റോപ്പ് റേസ് സ്ട്രാറ്റജി കൃത്യമായിട്ട് തന്നെ മേശെടുത്ത് ചെയ്തു. കാരണം അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് ലാപ്പിൽ ചെയ്ത ആ ഒരു പിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ കിമി പിറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള 48 ലാപ്പും മാരത്തോണായിട്ട് ഓടി തീർക്കുമായിരുന്നു ഹാർഡ് ടയേഴ്സിൽ. പിന്നെ നടന്നത് കിമി ആൻ്റനെല്ലിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. കാരണം പല സീനിയർ ഡ്രൈവേഴ്സിനും ചെയ്യാൻ പാടുള്ള കുറേ കാര്യങ്ങൾ ഈ ലാസ് വേഗസ് ജി പിയിൽ കിമി ആൻ്റനെല്ലി ചെയ്തു. അതിലൊന്നാണ് പല ഡ്രൈവേഴ്സും ആ ഒരു ടയർ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ പാടുപെട്ടു. അത് കോൾഡ് വെതർ ആയതുകൊണ്ട് കിമി ആൻ്റനെല്ലി വളരെ നിസ്സാരമായിട്ടാണ് ആ ഒരു കാര്യം ഡീൽ ചെയ്തത്. ട്രാക്കിലെ ബ്രേക്കിംഗ് സോൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ജഡ്ജ് ചെയ്ത് ഓടിച്ചതുകൊണ്ട് ടയർ ഡീഗ്രേഡേഷൻ ഒഴിവാക്കി. ആൻ്റനെല്ലിയുടെ ഓരോ മൂവും ക്ലീനും ഡിസിസീവും കൺട്രോൾഡുമായിട്ടുള്ള മൂവായിരുന്നു. സർക്യൂട്ടിലെ സ്ട്രീറ്റ്സിൽ നല്ലപോലെ പേസ് ഉണ്ടാക്കി മറ്റ് ഡ്രൈവേഴ്സിനെ ഓവർടേക്ക് ചെയ്യുകയും ഗ്യാപ്പ് കുറയ്ക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മിഡിൽ സ്റ്റിൻറ്റിൽ ടയറിനെ ഡീഗ്രേഡേഷൻ കുറയ്ക്കാനായിട്ട് അത് ശ്രദ്ധിച്ചോടിക്കുകയും ചെയ്തു. റേസിലൊരു സർട്ടൺ സ്റ്റേജ് വന്നപ്പോൾ ഫ്രണ്ട് ടയേഴ്സിന് ഗ്രേനിങ് ഉണ്ടായിരുന്നു. ടീം മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ ഡ്രൈവിംഗ് സ്റ്റൈല് ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ഗ്രൈനിങ് ഒഴിവാക്കാൻ പറ്റി. റേസിൻ്റെ അവസാന 10-12 ലാപ്പിലൊക്കെ ജോർജ് റസലിനേക്കാളും വളരെ നല്ല പേസിലായിരുന്നു കിമി ആൻ്റനെല്ലി പോകുന്നുണ്ടായിരുന്നത്, അതും ഹാർഡ് ടയേഴ്സിൽ. അതുമാത്രമല്ല ചാൾസ് ലെക്ലെയർക്കും ലാൻഡോ നോറിസും തൊട്ടു പുറകിലുണ്ട്. ചാൾസ് ലെക്ലെയർക്കുമായിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ 10th മാത്രമായിരുന്നു. അതും ചാൾസ് ലെക്ലെയർക്കും ലാൻഡോ നോറിസും ഫ്രഷ് ടയേഴ്സിൽ. റേസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ കുറച്ച് ലാപ്പ് കഴിഞ്ഞപ്പം തന്നെ കിമി ആൻ്റനെല്ലി പൊസിഷൻ ഗെയിൻ ചെയ്ത് തുടങ്ങി. 14th പൊസിഷനിലെത്തിയായിരുന്നു. പിന്നെ ആ ഒരു സ്റ്റാൻഡിങ് ലാഡർ കയറി സെക്കൻഡ് സ്റ്റേജ് എത്തിയപ്പം 5th പൊസിഷൻ, പിന്നെ 4th പൊസിഷൻ. കിമി ഫിനിഷ് ചെയ്തത് 5th പ്ലേസിലാണ്. പിന്നെ മെക്ലാറിൻ്റെ 2 ഡിസ്ക്വാളിഫൈ കഴിഞ്ഞപ്പോഴത്തേന് 3rd പൊസിഷനിലാണ് ഇപ്പം കറണ്ട് സ്റ്റാൻഡിങ്. മിക്ക റൂക്കി ഡ്രൈവേഴ്സിനും ഏറ്റവും പ്രശ്നമായിട്ടുള്ളൊരു ട്രാക്കാണ് ഈ കോൾഡസ്റ്റ് ട്രാക്ക്. അവിടെ പുള്ളി വളരെ നല്ല സീനിയർ ഡ്രൈവേഴ്സിനെയൊക്കെ പോലെ ബിഹേവ് ചെയ്ത് P17 നിന്നും P3 വരെയൊക്കെ ഓടിയുള്ളൂ.